ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. 7-ാമത്തെ വാക്യം മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 8-ന്റെ 6 കൂടെ വായിക്കേണ്ടതാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുന്നു. 7 കാഹളമുള്ള ദൂതന്മാർ 7 വരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. 7-ാമത്തെ വാക്യം, ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. 7 ദൂതന്മാർ കാഹളമായിട്ട് നിന്നു. അതിൽ 1-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ സംഭവിച്ച വിവരണങ്ങളാണ് വെളിപ്പാട് 8-7 നമ്മൾ കാണുന്നത്. ദൈവം മനുഷ്യൻ്റെ പാപത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നു. 1-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞു. പ്രകൃതിയിലെ വിവിധ ശക്തികളെ ദൈവത്തിൻ്റെ ന്യായവിധിക്കായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. ഓരോ ബാധയും നിമിത്തം പ്രകൃതിക്ക് വലിയ ആഘാതമുണ്ടാകുന്നു. വൃക്ഷങ്ങളും എല്ലാ പച്ചപ്പുല്ലുകളും വെന്തുപോകുന്നു. അത്തി, ഒലിവ്, മുന്തിരി എന്നീ വൃക്ഷങ്ങളും ആ കൂട്ടത്തിൽ നശിച്ചു പോകുന്നു. ഓരോ കാഹളം ഊതുമ്പോഴും ലോകത്തിൻ്റെ ഓരോ ഭാഗത്ത് കഷ്ടമോ നഷ്ടമോ സംഭവിക്കുന്നു എങ്കിലും ലോകം മുഴുവൻ നശിക്കുന്നില്ല. ഭാഗികമായ നാശം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം ഇത് അവസാനമല്ല, ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. രക്തം കലർന്ന കൽമഴ, തീയ് എന്നിവ മിസ്രൈമിലെ ബാധകളുമായി സാമ്യമുണ്ട്. ഈജിപ്തിലെ 10 ബാധകളിൽ 5ഉം മഹാപീഡന കാലഘട്ടത്തിൽ ആവർത്തിക്കുന്നു. 7-ാം ബാധയത്രേ 1-ാം കാഹളധ്വനിയിൽ സംഭവിച്ചത്. പുറപ്പാട് പുസ്തകം 7-17 തൊട്ട് 22 വരെ, 9-ാം അധ്യായം 22 തൊട്ട് 26 വരെ. പുറപ്പാടിലെ ബാധകൾ അക്ഷരീകമാണ്. അതുപോലെ ഈ ബാധകളും അക്ഷരീകം തന്നെയാണ്. ഈ ബാധകൾ തമ്മിലുള്ള വ്യത്യാസം കൽമഴയോടുകൂടി രക്തം ഇവിടെ കാണുന്നു. മാത്രമല്ല, മിസ്രൈമിലെ ബാധ ഇസ്രായേൽ മക്കൾ പാർത്തിരുന്ന ഗോശേൻ ദേശത്തെ ബാധിച്ചതേയില്ല. പകരം മിസ്രൈമെ ജനങ്ങൾക്കും മൃഗത്തെയും സസ്യത്തെയും ബാധിച്ചു. കൂടാതെ ഫറവോന് വിരോധമായിട്ടത്രേ ഈ ബാധ നടന്നത്. യെഹെസ്കേൽ 38-22 രക്തം കൊണ്ട് ഞാൻ അവരെ ന്യായം വിധിക്കും എന്ന പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമാണ് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ 1-ാം കാഹളം ധ്വനിക്കുമ്പോൾ കാണുന്നത്. ഇത് മഹാപീഡനകാലത്തെ ഇസ്രായേൽ മക്കൾക്ക് വിരോധമായിരിക്കും. 1/3 വെന്തുപോയി എന്നത് മനുഷ്യൻ്റെ ആഹാരത്തെ സാരമായി ബാധിച്ചു എന്ന് അർത്ഥം. ഇത് ന്യൂക്ലിയർ ബോംബ് ആയിരിക്കാനാണ് സാധ്യത എന്ന് ചില വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നു. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 8-9 വാക്യങ്ങൾ പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു സോ മച്ച്.